Hi everyone, this is Ranjisha. Welcome back to our channel. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ശതമാനമാണ്. ശതമാനത്തിലെ വീഡിയോ നമ്പർ 9 ആണിത്. ഇതിനു മുന്നേ ഈ സെയിം ടോപ്പിക്കിൽ തന്നെ ഒരു 8 വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസ് കാണാത്ത ആൾക്കാർ ജസ്റ്റ് ആ വീഡിയോ കണ്ടിട്ട് ഈ വീഡിയോയിലോട്ട് വരാം. ഈ വീഡിയോ എന്ന് പറയുന്നത് ശതമാനത്തിൽ വരുന്ന ലാസ്റ്റ് വീഡിയോ ആണ്. ഇതിന് ശേഷം നമ്മൾ നെക്സ്റ്റ് ഡേ തൊട്ട് നമ്മളൊരു പുതിയ ടോപ്പിക് സ്റ്റാർട്ട് ചെയ്യും. നമുക്ക് ടൈം കളയാതെ നേരെ വീഡിയോയിലോട്ട് കിടക്കാം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഒരു സംഖ്യ 20% വർദ്ധിപ്പിച്ച ശേഷം 10% കുറച്ചു എങ്കിൽ സംഖ്യയിൽ എത്ര ശതമാനത്തിന്റെ വ്യത്യാസം ഉണ്ടാകും? അപ്പോൾ ഈ ഒരു ടൈപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഒരു സംഖ്യ 20% കൂട്ടി, അല്ലെങ്കിൽ ഒരു 10% കുറച്ചു, അല്ലെങ്കിൽ 20% കുറച്ചു, അങ്ങനെ 2% തന്നിട്ട് നമ്മളോട് ചോദിക്കുന്നത് ഓവറോൾ ആ പെർസെന്റേജിൽ ഉണ്ടായിരുന്ന ചേഞ്ച് ആണ്. ആ ഒരു ടൈപ്പാണ് ഇന്നത്തെ വീഡിയോയിൽ മുഴുവൻ നമ്മൾ നോക്കാൻ പോകുന്നത്. എന്താണ് നമ്മൾക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്? ഒരു സംഖ്യ 20% വർദ്ധിപ്പിച്ച ശേഷം 10% കുറച്ചു. ആദ്യം എന്ത് ചെയ്തു? 20% കൂട്ടി, പിന്നെ എന്ത് ചെയ്തു? 10% കുറച്ചു. അപ്പൊ അങ്ങനെ ഓവറോൾ ആ ഒരു ശതമാനത്തിൽ ഉണ്ടായ വ്യത്യാസമാണ് നമ്മളോട് ചോദിക്കുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് ഒരു വസ്തുവിന്റെ വില തരാം, അല്ലെങ്കിൽ ഒരു വരുമാനം തരാം. ആദ്യം വരുമാനം 10% കൂട്ടി, അതിനുശേഷം 20% കുറച്ചു, അല്ലെങ്കിൽ ഒരു സംഖ്യ, അല്ലെങ്കിൽ ഒരു വസ്തുവിന്റെ വില, അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് അവിടെ തരാം. ആ ഒരു വില തന്നിട്ട് എന്ത് ചെയ്യും? അതിന്റെ 2% തന്നിട്ട് ചോദിക്കുന്നത് എന്തായിരിക്കും? ഓവറോൾ പെർസെന്റേജ് ചേഞ്ച് ആണ് ചോദിക്കുന്നത്. അപ്പൊ ആ ഒരു ടൈപ്പ് എന്ന് പറയുന്നത് സെയിം ഒരു മെത്തേഡ് വെച്ച് തന്നെയാണ് നമ്മൾ ഈ ഫുൾ വീഡിയോസിൽ എല്ലാ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് അത് എങ്ങനെയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്നത് നോക്കാം. ഫസ്റ്റ് എന്ന് പറയുന്നത്, നമ്മൾ ആ ഒരു സംഖ്യ എത്രയാണെന്ന് നമുക്ക് അറിയില്ല. നേരത്തെ നമ്മൾ ചെയ്ത ടൈപ്പിലെല്ലാം നമ്മൾ എന്ത് പറഞ്ഞിട്ടുണ്ട്? സംഖ്യ അറിയില്ലെങ്കിൽ ആ ഒരു സംഖ്യ എന്ന് പറയുന്നത് എന്തായിട്ട് എടുക്കണം? 100% ആയിട്ട് എടുക്കണം എന്നുള്ളത്. അപ്പൊ സംഖ്യ എന്ന് പറയുന്നത് നമുക്ക് അറിയില്ല. ആ സംഖ്യ നമ്മൾ എന്ത് ചെയ്യുന്നു? 100% എന്ന് എടുക്കുന്നു. ഇനി എന്താണ് തന്നിട്ടുള്ളത്? ആദ്യം 20% വർദ്ധിപ്പിച്ചു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 20% വർദ്ധിപ്പിച്ചു എന്ന് തന്നു കഴിഞ്ഞാല് ഈ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്ന വെച്ചാൽ ആദ്യം എന്ത് ചെയ്യുക? 100, ആദ്യം എപ്പോഴും 100 തന്നെ എടുക്കുക. 100 into 100 into, ആദ്യം എല്ലാത്തിനും കോമൺ ആയിട്ട് 100 into എന്നായിരിക്കും വരിക. പിന്നെ വരുന്നത് എന്താന്ന് വെച്ചാൽ നമ്മളവിടെ തന്നിരിക്കുന്നത് 20% വർദ്ധിച്ചു. അപ്പൊ എന്ത് ചെയ്യാം? 20% വർദ്ധിച്ചു എന്ന് പറഞ്ഞാല് എന്ത് ചെയ്താൽ മതി? 100ന്റെ കൂടെ ഒരു 20 കൂട്ടുക. എത്ര വരും? 120. അപ്പൊ എന്ത് ചെയ്യാം? ഇവിടെ 120/100 കൊടുക്കുക. ഓക്കെ, 120/100 കൊടുക്കുക. 20% വർദ്ധിച്ചു എന്ന് പറഞ്ഞാൽ 120/100 കൊടുക്കുക. 30% വർദ്ധിച്ചു എന്ന് പറഞ്ഞാൽ 130/100 കൊടുക്കാം. 40% വർദ്ധിച്ചു എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം? 100ന്റെ കൂടെ 40 ആഡ് ചെയ്യാം. അപ്പൊ എത്രയാണ്? 140/100 ചെയ്യാം. ഓക്കെ, അങ്ങനെ ഇവിടെ എത്ര ശതമാനമാണോ വർദ്ധിക്കുന്നത് ആ ഒരു ശതമാനം 100ന്റെ കൂടെ ആഡ് ചെയ്യാം. ഡിവൈഡഡ് ബൈ എന്ത് ചെയ്യുക? 100 കൊടുക്കുക. പിന്നെ എന്താണ് തന്നിട്ടുള്ളത്? 10% കുറച്ചു. കുറയ്ക്കുമ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ നേരത്തെ ശതമാനം വർദ്ധിപ്പിക്കുമ്പോൾ 100ന്റെ കൂടെ ആഡ് ചെയ്തു. കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? 100ൽ നിന്ന് കുറച്ചാൽ മതി. ഓക്കെ, അപ്പൊ 10% എന്ത് ചെയ്തിട്ടുണ്ട്? കുറയ്ക്കുകയാണ് ചെയ്തത്. അപ്പൊ 100ൽ നിന്ന് 10 കുറയ്ക്കുക. എത്രയാണ് വരും? 90. അപ്പൊ ഇൻറ്റു എന്ത് വരിക? 90/100 ചെയ്യാം. ഓക്കെ, അപ്പൊ എന്ത് കിട്ടും? 100 into 120/100 into 90/100. ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇതിനെ ക്യാൻസൽ ചെയ്യാം. 2 zeros ഈ 2 zeros ക്യാൻസൽ ചെയ്യാം. ഈ 2 zeros ഈ 2 zeros ക്യാൻസൽ ചെയ്യാം. ഇനി വരുന്നത് എന്താണ്? 9 into 12. 9 into 12 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 108. 108. ഓക്കെ, നമുക്ക് 108 എന്ന് കിട്ടി. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ, നേരത്തെ നമ്മൾ എന്താണ് കണ്ടുപിടിച്ചിരിക്കുന്ന സംഖ്യ? 100% ആണ്. ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? 108 ആണ് ചേഞ്ച്. ഓവറോൾ ചേഞ്ച് 108 ആണ്. അപ്പൊ 100ൽ നിന്ന് 108 എന്തായിട്ടുണ്ട്? 108% എന്നായിട്ടുണ്ട്. 100% നിന്ന് 108% ആയിട്ടുണ്ട്. 108% എന്നാണ്. അപ്പൊ എന്ത് ചെയ്യാം? 100ൽ നിന്ന് 108% എന്ന് പറഞ്ഞാൽ എത്രയാണ്? 8% കൂടുകയാണ് അല്ലെ? അപ്പൊ ഓവറോൾ ചേഞ്ച് എന്ന് പറയുന്നത് എന്താണ്? 8% കൂടുതൽ അല്ലെ? 8% കൂടുതലാണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി ഇവിടെ 100ൽ കുറവാണെങ്കിൽ എന്ത് ചെയ്യും? ആ ഒരു 100ൽ നിന്ന് എത്രയാണോ മൈനസ് ചെയ്തത് ആ ഒരു മൈനസ് എന്ത് ചെയ്യാം? നമ്മൾ ഇവിടെ കൂടുതൽ എന്ന് പറഞ്ഞ വരം എന്ത് ചെയ്താൽ മതി? കുറവ് എന്ന് വരും. 100നേക്കാൾ കുറവാണെങ്കിൽ ശതമാനം കുറഞ്ഞു എന്ന് വരും. ഇവിടെ 100നേക്കാൾ കൂടുതലായതുകൊണ്ട് 8% കൂടുതൽ എന്ന് കിട്ടി. അപ്പൊ ഓവറോൾ ചേഞ്ച് എന്ന് പറയുന്നത് 8% കൂടുതൽ. ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് വേറൊരു രീതിയിലും ചെയ്യാം. അതിന് നമ്മൾ സക്സസീവ് മെത്തേഡ് എന്നാണ് പറയുന്നത്. ആ ഒരു സക്സസീവ് മെത്തേഡ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഈ ഒരു ക്വസ്റ്റ്യനിൽ മാത്രം ഞാൻ എങ്ങനെയാണെന്ന് പറഞ്ഞു തരാം. സക്സസീവ് പെർസെന്റേജിലൂടെ ഈ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് വെച്ചാൽ അതിനൊരു ഫോർമുല ഉണ്ട്.
ആ ഫോർമുല ഇതാണ്. സക്സസീവ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് എക്സ് പ്ലസ് ഓർ മൈനസ് വൈ പ്ലസ് ഓർ മൈനസ് എക്സ് വൈ ബൈ 100. ഓക്കെ, ഈ ഒരു ഫോർമുലയാണ്. ഈ ഫോർമുല നമ്മൾ എങ്ങനെ അപ്ലൈ ചെയ്യാന്ന് വെച്ചാൽ എക്സ് എന്ന് പറയുന്നത് ആദ്യം നമുക്ക് തരുന്ന ശതമാനം, വൈ എന്ന് പറയുന്നത് രണ്ടാമത് തരുന്ന ശതമാനം. പ്ലസ് ഓർ മൈനസ് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്ലസ് കൂടുതലാണെങ്കിൽ നമ്മളവിടെ പ്ലസ് കൊടുക്കുക, കുറയ്ക്കുകയാണ് ആ പെർസെൻറ്റേജ് കുറവിലാണെങ്കിൽ മൈനസ് ചെയ്യുക. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യനിൽ എങ്ങനെയാണ് ആദ്യം 20% കൂടുതൽ, അപ്പൊ എന്ത് ചെയ്യുക പ്ലസ് കൊടുക്കുക അല്ലെ. പ്ലസ് എക്സ് എത്രയാണ് 20% കൂട്ടി എന്നാ പറയുന്നത്. പിന്നെന്താ പറയുന്നത് 10% കുറച്ചു, അപ്പൊ മൈനസ് 10. ഇനി എന്ത് ചെയ്താൽ മതി 20ഉം 10ഉം കൂടെ പ്ലസ് 20ഉം മൈനസ് 10ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടും മൈനസ് കിട്ടും. മൈനസ് 200. 20 × 10 എന്ന് പറയുമ്പോൾ 200 പ്ലസും മൈനസും കൂടെ ഇൻറ്റു ചെയ്യുമ്പോൾ മൈനസ് വരും. അപ്പൊ മൈനസ് 200 ഡിവൈഡഡ് ബൈ 100. നമ്മൾ എന്ത് ചെയ്താൽ 0യും 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 ക്യാൻസൽ ആയി. ഇവിടെ എന്തെങ്കിലും 20 മൈനസ് 10 എന്ന് പറഞ്ഞാൽ 10 മൈനസ് 2 എന്ന് പറഞ്ഞാൽ എത്രയാണ് 8. അപ്പൊ 8%. 8% ഇവിടെ പോസിറ്റീവ് ആയിട്ട് വന്നുകൊണ്ട് എന്താണ് 8% കൂടുതൽ 8% എന്ത് ചെയ്തിട്ടുണ്ട് ആ പെർസെൻറ്റേജിൽ ചേഞ്ച് വന്നിട്ടുണ്ട് എന്നാണ് അർത്ഥം. ഓക്കെ, നേരത്തെ നമ്മൾ ചെയ്തതിലും അത് തന്നെയാണ് കിട്ടിയത്. എന്താണ് 8% കൂടുതലാണെന്നാണ് കിട്ടിയത്. ഇവിടെയും എന്താണ് 8% കൂടുതലാണ്. ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് രണ്ട് രീതിയിലും ചെയ്യാം. പക്ഷെ എന്താണ് സക്സസീവിന്റെ ഒരു ഇതെന്ന് പറയുന്നത് പോരായ്മ എന്ന് പറയുന്നത് 3% ഒക്കെ വരുന്ന സമയത്ത് ആദ്യം 2 വാല്യൂ എടുത്ത് ചെയ്യാം, പിന്നെ കിട്ടുന്ന ആൻസറിനെ വീണ്ടും അടുത്ത ആ ഒരു വാല്യൂ മൂന്നാമത്തെ വാല്യൂ വെച്ചിട്ട് വീണ്ടും അത് എക്സ് വൈ എടുത്തിട്ട് വീണ്ടും ചെയ്യണം. അപ്പൊ എന്താണ് സ്റ്റെപ്പ് കുറച്ചുകൂടി ലെങ്ത് ആവും. അപ്പൊ വേറെ നമ്മൾ നേരത്തെ ചെയ്ത ടൈപ്പിലെ ആ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് എന്താണ് എക്സ്ട്രാ എത്ര വർധനവ് ഉണ്ടായാലും നമുക്ക് അതിന്റെ കൂടെ ആഡ് ചെയ്തങ്ങ് പോയാൽ മതി. ഓക്കെ, അപ്പൊ ഇതിന്റെ ഒരു പോരായ്മ എന്ന് പറയുന്നത് ഇത് കുറച്ച് ലെങ്ത് ആണ്. നമ്മൾ ഈ വീഡിയോയിൽ മുഴുവനും ഫസ്റ്റ് നമ്മൾ ചെയ്ത ആ മെത്തേഡ് വെച്ചിട്ട് തന്നെയാണ് ഈ എല്ലാ പ്രോബ്ലംസും സോൾവ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ടിവിയുടെ വില 20% വർദ്ധിച്ചു. ഡിമാൻഡ് കൂടിയപ്പോൾ വീണ്ടും 10% വർദ്ധിപ്പിച്ചു എങ്കിൽ ടിവിയുടെ വില എത്ര ശതമാനത്തിന്റെ വ്യത്യാസം ഉണ്ടാവുന്നതാണ്? ടിവിയുടെ വിലയിൽ എത്ര ശതമാനത്തിന്റെ വ്യത്യാസം ഉണ്ടാവും? അപ്പൊ എന്താണ് ഇവിടെ ഓവറോൾ പെർസെൻറ്റേജ് ചേഞ്ച് തന്നെയാണ് ചോദിക്കുന്നത്. അപ്പൊ നേരത്തെ ചെയ്ത പോലെ തന്നെ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, ടിവിയുടെ വില നമുക്ക് അറിയില്ല, നമ്മൾ എന്ത് ചെയ്യുന്നു 100% ആയിട്ടാണ് എടുക്കുന്നത്. അപ്പൊ ആ വില എന്ന് പറയുന്നത് എത്രയാണ്? വില എന്ന് പറയുന്നത് 100% ആയിട്ടാണ് എടുക്കുകയാണ് ആദ്യം. അപ്പൊ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്? 100 കൊടുക്കുക, 100 ഇൻറ്റു പിന്നെ എന്താണ് തന്നിട്ടുള്ളത് 20% വർദ്ധിച്ചു. അപ്പൊ എന്ത് ചെയ്യുക 100 കൂടെ 20 ആഡ് ചെയ്യുമ്പോൾ കിട്ടും 120. 120 കൊടുക്കുക ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു പിന്നെ എന്താണ് തന്നിരിക്കുന്നത് 10% വീണ്ടും വർദ്ധിച്ചു. അപ്പൊ 100ന്റെ കൂടെ 10 ആഡ് ചെയ്യും. അപ്പൊ എത്ര 110 എന്ന് വരും. 110 ഡിവൈഡഡ് ബൈ 100. ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി ക്യാൻസൽ ചെയ്യാം. 2 zeros ക്യാൻസൽ ആയി. ഈ 2 zeros ഈ 2 zerosലും ക്യാൻസൽ ആയി. 12 × 11 എന്ന് വരും. എത്രയാണ് വരിക? 10 × 12 എന്ന് പറയുമ്പോൾ 120 വരും. 1 × 12 എന്ന് പറയുമ്പോൾ 12 എന്ന് വരും. അപ്പൊ എത്ര കിട്ടും? 132. ഓക്കെ, അപ്പൊ 132 എന്ന് കിട്ടി. 132% അല്ലെ. അപ്പൊ 100% നിന്ന് 132% അപ്പൊ എത്ര കൂടുതലാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്? 32%. അപ്പൊ 32% കൂടുതലാണ് എന്തിട്ടുണ്ടായിരുന്നത് ആ ഒരു പെർസെൻറ്റേജിൽ. അതിന്റെ ആ ടിവിയുടെ വിലയിൽ എത്ര ശതമാനം പെർസെൻറ്റേജ് ആണ് വ്യത്യാസം വന്നിരിക്കുന്നത്? 32% കൂടുതലാണ്, വർദ്ധിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ആൻസർ എന്ന് പറയുന്നത് 32% കൂടുതൽ എന്നുള്ള ഓപ്ഷൻ. നമുക്ക് രണ്ട് ഓപ്ഷൻസിൽ എന്തുണ്ടാവും? 32% കുറവ്, 32% കൂടുതൽ, 31% കുറവ് രണ്ടും തരും. അപ്പൊ നമ്മൾ കൂടുതലും കുറവും സൂക്ഷിച്ച് എന്ത് ചെയ്യുക ഓപ്ഷൻ സെലക്ട് ചെയ്യുക. 32% കൂടുതൽ എന്നുള്ള ഓപ്ഷനാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? സെലക്ട് ചെയ്യേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ഇതാണ്. ഒരു ചതുരത്തിന്റെ നീളം 20% വർദ്ധിപ്പിക്കുകയും വീതി 10% വർദ്ധിപ്പിക്കുകയും ചെയ്താൽ വിസ്തീർണത്തിൽ എത്ര ശതമാനത്തിന്റെ വ്യത്യാസം ഉണ്ടാവുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഈ ഒരു ടൈപ്പിൽ തന്നെ നമുക്ക് ഉൾപ്പെടുത്താം. ആദ്യം എന്ത് ചെയ്യുക 100% ആണ് അതിന്റെ വിസ്തീർണം എന്ന് എടുക്കുക. വിസ്തീർണത്തിൽ ഉണ്ടാകുന്ന ശതമാനത്തിന്റെ വ്യത്യാസം ചോദിച്ചിരിക്കുന്നത്. ആദ്യം എന്ത് ചെയ്യുക നമ്മൾ വിസ്തീർണം 100% എടുക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക എത്ര ശതമാനത്തിന്റെ വർധനമാണ് ആദ്യം ഉണ്ടാക്കുന്നത്? 20% വർദ്ധിപ്പിച്ചു. അപ്പൊ ആദ്യം എന്ത് കൊടുക്കുക 100 ഇൻറ്റു 20% വർദ്ധിച്ചു എന്ന് പറയുമ്പോൾ 120/100 എന്ന് കിട്ടും. 10% വർദ്ധിച്ചു എന്ന് പറയുമ്പോൾ 110/100 എന്ന് കിട്ടും. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുക ക്യാൻസൽ ചെയ്യാം. 0യും 0യും ക്യാൻസൽ ആയി. 2 zeros ഇവിടെയും ക്യാൻസൽ ആയി. 12 × 11 എന്ന് പറയുമ്പോൾ 132 എന്ന് പറയും. അപ്പൊ എന്ത് ചെയ്യാം 132% എന്ന് കിട്ടും. എത്ര ശതമാനം വർധനവ് ഉണ്ടായിരിക്കുന്നത്? 32% വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. ആൻസർ എന്ന് പറയുന്നത് 32%
കൂടുതൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഒരു കച്ചവടക്കാരൻ സാധനങ്ങൾക്ക് 10% വില കൂട്ടിയ ശേഷം 20% ഡിസ്കൗണ്ട് അനുവദിച്ചു. വിൽപ്പന നടത്തിയാൽ ലാഭമോ നഷ്ടമോ, എത്ര ശതമാനത്തിന്റെ ലാഭം അല്ലെങ്കിൽ എത്ര ശതമാനത്തിന്റെ നഷ്ടം എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യന്റെ വ്യത്യാസം എന്താണ്? ഇവിടെ ഡിസ്കൗണ്ട് എന്ന് പറയുന്ന ഒരു വേർഡ് വന്നിട്ടുണ്ട് അല്ലെ. ഡിസ്കൗണ്ട് അല്ലെങ്കിൽ കിഴിവ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് അറിയാലേ, ഡിസ്കൗണ്ട് ഒരു സാധനം ഡിസ്കൗണ്ട് കിട്ടിയെന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ വില കുറയ്ക്കുകയാണ് അല്ലെ. ഒരു വില ഉണ്ടാവും, ആ ഒരു വിലയിൽ നിന്നും കുറച്ച് കിഴിവ് തന്നിട്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? ആ ഒരു സാധനം നമുക്ക് തരുന്നത്. അപ്പൊ ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? വർദ്ധിക്കുകയല്ല, എന്താണ്? കുറയുകയാണ് അല്ലെ. അപ്പോൾ ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ നമ്മൾ കുറയാന്ന് ഓർത്ത് വയ്ക്കുക. ഡിസ്കൗണ്ട് അല്ലെങ്കിൽ കിഴിവ്. ഡിസ്കൗണ്ട് അല്ലെങ്കിൽ കിഴിവ് എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? ആ ഒരു ശതമാനത്തിൽ കുറവ് സംഭവിച്ചു എന്ന് ഓർത്ത് വയ്ക്കുക. അപ്പൊ ഇവിടെ എന്താണ്? സാധനങ്ങൾ ആദ്യം 10% വില കൂട്ടണം. അപ്പൊ ആദ്യം നമ്മൾ 100% എടുക്കുകയാണ് സാധനത്തിന്റെ വില എന്ന് പറയുന്നത്. അതിനുശേഷം 10% കൂട്ടുകയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? 100 × 110 അല്ലെ. 100 നിന്ന് 10 ആഡ് ചെയ്യാം. 110/100 ഇൻറ്റു പിന്നെന്താണ്? 20% ഡിസ്കൗണ്ട്. അപ്പൊ കുറയ്ക്കണം. 100ൽ നിന്ന് എത്ര കുറയ്ക്കണം? അപ്പൊ കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ 100ൽ നിന്ന് 20%, ഡിസ്കൗണ്ട് 20%. അപ്പൊ 100ൽ നിന്ന് 20 കുറയ്ക്കുക, എത്ര വരും? 80. അപ്പൊ 80/100 എന്ന് കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യുക? ക്യാൻസൽ ചെയ്താൽ മതി. രണ്ടും ക്യാൻസൽ ആയി. ഈ രണ്ട് സീറോസും ക്യാൻസൽ ആയി. 11 × 8 എന്ന് പറയുമ്പോൾ 88 എന്ന് വരും. 88% അല്ലെ. അപ്പൊ 100% നിന്ന് 88%. എത്ര ശതമാനത്തിലാണ് ഇവിടെ കുറവ് സംഭവിച്ചിരിക്കുന്നത്? 12% കുറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ എന്താണ്? 12% കുറവാണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ എന്ത് കിട്ടും നമുക്ക്? 12% ലാഭമാണോ അവിടെ നഷ്ടമാണോ സംഭവിച്ചിരിക്കുന്നത്? ആ വിലയിൽ കുറവാണ് സംഭവിച്ചിരിക്കുന്നത്. അപ്പൊ അയാൾക്ക് എന്താണ്? 12% നഷ്ടമാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അപ്പൊ ആൻസർ എന്ന് പറഞ്ഞാൽ 12% നഷ്ടം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. 25,000 രൂപ വിലയുള്ള ഒരു ലാപ്ടോപ്പിന്റെ വില ആദ്യം 10% കുറച്ച ശേഷം 20% കൂട്ടുന്നു എങ്കിൽ ലാപ്ടോപ്പിന്റെ ഇപ്പോഴത്തെ വില എത്ര എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ഓവറോൾ പെർസെന്റേജ് എന്താണ് ചേഞ്ച് ചെയ്ത് കണ്ടുപിടിക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക? ലാപ്ടോപ്പിന്റെ വിലയിൽ നിന്ന് ആ ഒരു ശതമാനം ലാഭമാണെങ്കിൽ ലാഭം, അല്ലെങ്കിൽ നഷ്ടമാണെങ്കിൽ കുറച്ചിട്ട് എത്രയാണ് ഇപ്പോഴത്തെ വില എന്ന് കണ്ടുപിടിക്കുക. അപ്പൊ ആദ്യം എന്ത് ചെയ്യണം? ഓവറോൾ പെർസെന്റേജ് ചേഞ്ച് കണ്ടുപിടിക്കണം. ആദ്യം എന്താ ചിന്തിക്കുന്നത്? 10% കുറയ്ക്കുകയാണ്. അപ്പൊ എന്ത് ചെയ്യണം? ആദ്യം നമ്മൾ ലാപ്ടോപ്പിന്റെ വില 100% എടുക്കുകയാണ്. അപ്പൊ 100 ഇൻറ്റു എന്ത് ചെയ്തിട്ടുണ്ട്? 10% കുറയ്ക്കുക. അപ്പൊ എന്ത് കിട്ടും? 90 എന്ന് കിട്ടും. 90/100 പിന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? 20% കൂട്ടി. അപ്പൊ 120/100. എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? 100ൽ നിന്നാണ് കൂട്ടേണ്ടത്, അല്ലെങ്കിൽ 100ൽ നിന്നാണ് കുറയ്ക്കേണ്ടത്. കൂടുതൽ എന്ന് പറഞ്ഞാൽ 100 കൂട്ടണം, കുറവ് എന്ന് പറഞ്ഞാൽ 100ൽ നിന്ന് കുറയ്ക്കണം. ഒരിക്കലും 90ൽ നിന്ന് കൂട്ടരുത്. ഓക്കെ, ചില ആൾക്കാർ അവിടെ ഒരു മിസ്റ്റേക്ക് വരുത്താറുണ്ട്. 90ൽ നിന്നോ അല്ല കൂട്ടേണ്ടത്, എന്ത് ചെയ്യാം? 100 അപ്പോൾ നമ്മൾ എടുക്കേണ്ടത്. ശതമാനം നോക്കുമ്പോൾ കൂട്ടുകയാണെങ്കിൽ 100ൽ നിന്ന് കൂട്ടുക, കുറയ്ക്കുകയാണെങ്കിൽ 100ൽ നിന്ന് കുറയ്ക്കുക. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ എങ്ങനെ ചെയ്യാം? രണ്ട് സീറോസും ഈ 2 സീറോസും ക്യാൻസൽ ആയി. 9 × 12 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 108 എന്ന് വരും. അപ്പൊ 8% എന്ത് ചെയ്തിട്ടുണ്ട്? കൂടുതൽ സംഭവിച്ചിട്ടുണ്ട്. 8% വില കൂടുതലായിട്ടുണ്ട്. ഓൾറെഡി ലാപ്ടോപ്പിന്റെ വില എത്രയാണ്? 25,000. അപ്പൊ 25,000ന്റെ 8% എത്രയാണെന്ന് കണ്ടുപിടിക്കണം അല്ലെ. 25,000 ലാപ്ടോപ്പിന്റെ വില. 25,000ന്റെ 8% എന്ന് പറഞ്ഞാൽ 25,000 ഇൻറ്റു 8/100 അല്ലെ. അങ്ങനെയല്ല നമ്മൾ കാണാം. എക്സിന്റെ y ശതമാനം എന്ന് പറഞ്ഞാൽ എത്രയാണ്? x ഇൻറ്റു y ഡിവൈഡഡ് ബൈ 100 ആണ്. അപ്പൊ 25,000ന്റെ 8% എന്ന് പറഞ്ഞാൽ 25,000 ഇൻറ്റു 8/100. ഇത് എത്രയാണ് കണ്ടുപിടിക്കാം? 0 ക്യാൻസൽ ആയി. ഈ 2 സീറോസ് ക്യാൻസൽ ആയി. 25 × 8 എന്ന് പറയുമ്പോൾ 200 എന്ന് വരും. പിന്നെ ഒരു 0. അപ്പൊ 2,000 രൂപ എന്തിട്ടുണ്ട്? വിലയിൽ കൂടുതൽ സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ ആദ്യം ആ ലാപ്ടോപ്പിന്റെ വില 25,000 ആയിരുന്നു. ഇപ്പൊ എന്ത് ചെയ്തിട്ടുണ്ട്? 2,000 രൂപ കൂടിയിട്ടുണ്ട്. അപ്പൊ മൊത്തം ഇപ്പോഴത്തെ ആ ഒരു വില എന്ന് പറയുന്നത് എത്രയാണ്? 25,000 + 2,000 എത്രയായിരിക്കും? 27,000. അപ്പൊ ലാപ്ടോപ്പിന്റെ ഇപ്പോഴത്തെ വില എന്ന് പറയുന്നത് എത്രയാണെന്ന് കിട്ടി? 27,000 രൂപയാണെന്ന് കിട്ടി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഒരു വസ്തുവിന്റെ വില 40% കൂടിയ ശേഷം 30% കുറഞ്ഞാൽ വിലയിൽ എത്ര ശതമാനത്തിന്റെ വ്യത്യാസം ഉണ്ടാവും? അപ്പൊ എങ്ങനെ ചെയ്യാം? ആദ്യം ആ വില എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയില്ല വസ്തുവിന്റെ. അപ്പൊ 100% എടുക്കാം. അപ്പൊ 100 ഇൻറ്റു ആദ്യം എന്ത് ചെയ്തിട്ടുണ്ട്? 40% കൂട്ടി. അപ്പൊ 140/100 എന്ന് കിട്ടും. പിന്നെ എന്താണ് കിട്ടിയിരിക്കുന്നത്? 30% കുറച്ചു അല്ലെ. 30% കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ എത്രയാണ്? 100ൽ നിന്ന് 30 കുറയ്ക്കുക. അപ്പൊ എത്രയാണ്? 70. 70/100 എന്ന് കിട്ടും. നമ്മൾ എന്ത് ചെയ്യും? 0 ഈ 2 സീറോസും ക്യാൻസൽ ആയി.
ഈ രണ്ട് സീറോസും ക്യാൻസൽ ആയി. 14 ഇൻറ്റു 7 എന്ന് വരും. 14 ഇൻറ്റു 7 എന്ന് പറഞ്ഞാൽ 7 28, ബാലൻസ് 1, ഒരു 7 8, 88 എന്ന് കിട്ടും അല്ലേ? സോറി 98. ഓക്കെ, 98 എന്ന് കിട്ടും. അപ്പൊ 100ൽ നിന്ന് എന്തായി? 98%. എത്ര ശതമാനം കുറഞ്ഞു? 2% കുറഞ്ഞു. അപ്പൊ എന്താണ് ഇവിടെ വിലയില് 2% കുറവാണ് സംഭവിച്ചിരിക്കുന്നത്. അപ്പൊ ആൻസർ എന്ന് പറയുന്നത് എത്രയാണ്? 2% കുറവ്. 10%, 30% എന്നീ തുടർച്ചയായ കിഴിവുകൾക്ക് തുല്യമായ കിഴിവ് എത്ര ശതമാനമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. തുല്യമായ കിഴിവാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ഓവറോൾ പെർസെന്റേജ് ചേഞ്ച് തന്നെയാണ് ചോദിക്കുന്നത്. ഇവിടെ എന്താണ്? രണ്ടും കിഴിവാണ് സംഭവിച്ചത്. കിഴിവ് അല്ലെങ്കിൽ ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് എന്താണ്? കുറവ് അല്ലെ? അപ്പൊ ആദ്യം നമ്മൾ 100 ആയിട്ട് എടുക്കാം. അപ്പൊ എന്ത് ചെയ്യാം? 100% എടുക്കാം. 100 ഇൻറ്റു ആദ്യം എന്ത് ചെയ്തിട്ടുണ്ട്? 10% കിഴിവ്. അപ്പൊ എത്ര കിട്ടും? 100ൽ നിന്ന് 10 മൈനസ് ചെയ്യുമ്പോൾ 90. 90/100. പിന്നെ 30% കിഴിവ്. അപ്പൊ 100ൽ നിന്ന് 30 കുറയ്ക്കുമ്പോൾ 70. 70/100. അപ്പൊ 4 സീറോസ്, ഈ 4 സീറോസും ക്യാൻസൽ ആയി. 9 ഇൻറ്റു 7 എന്ന് പറയുമ്പോൾ 63% എന്ന് വരും അല്ലേ? അപ്പൊ 100%ത്തിൽ നിന്ന് 63%ആയി. അപ്പൊ എത്ര ശതമാനമാണ് വ്യത്യാസം എന്ന് പറയുന്നത്? 37. 37% ഇവിടെ എന്താണ്? 100ൽ നിന്ന് 63 ആയി. അപ്പൊ 37% എന്ത് ചെയ്തിട്ടുണ്ട്? കിഴിവ് അല്ലെ? ടോട്ടൽ 37%. ഓവറോൾ എന്ന് പറയുന്നത് ഓവറോൾ കിഴിവ്, തുല്യമായിട്ടുള്ള ഓവറോൾ കിഴിവ് എത്രയാണ്? 37% കിഴിവ്. ഇതിന്റെ അർത്ഥം എന്താണ്? ആദ്യം 10% കിഴിവ് സംഭവിച്ചു, പിന്നെയും 30% കിഴിവ് സംഭവിക്കുകയാണ്. അപ്പൊ എന്ത് ചെയ്താൽ മതി? ഈ ഒരു 10% ആദ്യം കുറച്ച് പിന്നെ 30% ഡിസ്കൗണ്ട് കൊടുക്കുന്നേക്കാൾ എന്ത് ചെയ്താൽ മതി? ആൾക്ക് ഒറ്റയടിക്ക് 37% കിഴിവ് കൊടുത്താൽ മതി. അതെന്ന് പറയുന്നത് എന്തിനു ഈക്വൽ ആണ്? ആദ്യം 10% ഡിസ്കൗണ്ട് കൊടുത്ത് പിന്നെയും 30% ഡിസ്കൗണ്ട് കൊടുക്കുന്ന ആ ഒരു വില എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? ഒറ്റയടിക്ക് നമ്മൾ ആ വില, ആ ഒരു സാധനത്തിന്റെ വിലക്ക് 37% ഡിസ്കൗണ്ട് കൊടുത്താൽ മതി എന്നാണ് ഇതിന്റെ മീൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇന്നത്തോടു കൂടി നമ്മൾ ഈ ഒരു പെർസെന്റേജിന്റെ കംപ്ലീറ്റ് എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൽ ഉൾപ്പെടാത്ത ഏതെങ്കിലും ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. നമ്മൾ എല്ലാ ടോപ്പിക്കുകളും കവർ ചെയ്തതിനു ശേഷം ടൈം ഉണ്ടെങ്കിൽ നമ്മുടെ കമന്റ് സെക്ഷനിൽ വരുന്ന ക്വസ്റ്റ്യൻസ് കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടൊരു വീഡിയോസ് ചെയ്യാം. ഇനി പെർസെന്റേജ് എനിക്കറിയാം നിങ്ങൾക്ക് ഡെയിലി ഈ ഒരു സെയിം ടോപ്പിക്ക് തന്നെ കണ്ടിട്ട് മടുപ്പ് തോന്നിയിട്ടുണ്ടാവുന്നുള്ളത്. അപ്പൊ നെക്സ്റ്റ് ഡേ തൊട്ട് നമ്മൾ എന്ത് ചെയ്യണം? വേറെ പുതിയ ടോപ്പിക്കായിട്ട് വരുന്നതായിരിക്കും. അതിനു മുന്നേ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടാനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.